പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ആഗ്രഹിക്കുകയും അയാൾ അതിനു വേണ്ടിയിട്ട് ധാരാളം പദ്ധതികൾ അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ധാരാളം ഒരുക്കങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷവും ഒരു പക്ഷേ അയാൾ ആഗ്രഹിക്കുന്ന ആ പ്രൊജക്റ്റിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല. ഒരുപക്ഷെ അയാളുടെ മാനസികമായ തടസ്സങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്ങളായിരിക്കാം. ഈ സാഹചര്യത്തിൽ ഈ തടസ്സങ്ങളെ അയാൾക്ക് എങ്ങനെ മറികടന്നുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക്, ഒരു പ്രൊജക്റ്റിലേക്ക് അയാൾക്ക് എത്താൻ കഴിയുമെന്ന് പറയാം? വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണത്. ഈ ചോദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭാവനയുണ്ട്. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്ഥലം ഏതാണെന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പലരും പല രീതിയിൽ ഉത്തരം പറയും. സമ്പന്നമായ പ്രദേശങ്ങളാണ്, നിധികളാണെന്നെല്ലാം പറയും. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും അധികം സമ്പന്നതയുള്ള പ്രദേശങ്ങൾ എന്നുള്ളതാണ് തിങ്കേഴ്സ് അല്ലെങ്കിൽ ചിന്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം മനുഷ്യൻ്റെ ഒത്തിരി ആഗ്രഹങ്ങൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, അവൻ്റെ ചിന്തകൾ, ആഗ്രഹങ്ങൾ എല്ലാം മനുഷ്യൻ കൊണ്ട് ജീവിക്കുകയും അവസാനം ഈ ആഗ്രഹങ്ങൾ ഒന്നും സാധിക്കാതെ, നടപ്പിലാക്കാതെ, ഒരിക്കൽ പോലും തുടങ്ങാതെ തന്നെ മനുഷ്യൻ തൻ്റെ ജീവിതം അവസാനിച്ചു പോകുന്ന ഏറ്റവും മൂല്യമേറിയ സ്ഥലമാണ് ശവകുടീരങ്ങളെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാനായിട്ട് പ്രതീക്ഷയുണ്ട്, ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും തുടങ്ങാനും പോലും സാധിക്കുന്നില്ല. ഇത് ന്യൂട്ടൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, 3 laws ഉണ്ട്. അതിനകത്ത് ഒന്നാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ച് ജഡത്വം എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒരു സൈമൺ സിനക്ക് എന്ന് പറയുന്ന ഒരാളെ പുസ്തകമാണ് ദ പവർ ഓഫ് വൈ. ഒരു കാര്യം നാം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു സംരംഭമായിരിക്കാം, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളതായിരിക്കാം, ബോഡി ബിൽഡ് ചെയ്യണമെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവായ ഹാബിറ്റുകൾ ക്വിറ്റ് ചെയ്യണമെന്നുള്ളതായിരിക്കാം. പക്ഷെ നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് എന്താണ് വൈ, എന്തുകൊണ്ടാണ് നിങ്ങളിത് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വിഷൻ ആൻഡ് ആക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. വിഷൻ എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത്. പല ആളുകൾക്കും വിഷനുണ്ട്, പക്ഷേ ആക്ഷനില്ല. കുറേ ആളുകൾക്ക് ആക്ഷനുണ്ട്, പക്ഷേ വിഷനില്ല. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ വളരെ ടിപ്പിക്കലായ എക്സാമ്പിൾസ് പലപ്പോഴും പറയാറുള്ളതാണ്. 3 പേർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു കെട്ടിടം പണിയുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരാൾ വഴിപോക്കം ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, കാണുന്നില്ല, ഇഷ്ടിക പറക്കി വയ്ക്കുക, നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിക്കും. രണ്ടാമത്തെ അവിടെ ചോദിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നു, ഞാനൊരു മനോഹരമായ കെട്ടിടം ഉണ്ടാക്കുകയാണ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ്. മൂന്നാമത്തെ ആളുടെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേരും ചെയ്യുന്ന ജോലി ഒന്നാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞ കാഴ്ചപ്പാടാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുകയാണെന്നുള്ളത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് വിഷനാണ് അവിടെ. ഈ കാര്യം ചെയ്യാൻ എന്നെ സഹായിക്കുന്ന, എന്നെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ, അതാണ് വിഷൻ. വിഷനുള്ളയാൾ ആക്ഷൻ ചെയ്തില്ല എങ്കിൽ അത് യൂസ്ലെസ് ആണെന്ന് പറയും. ഇനി വിഷൻ ഇല്ലാതെ ആക്ഷൻ ചെയ്യുന്നത് ടൈം പാസ് ആണെന്നും പറയും. അപ്പോൾ വിഷനും വേണം, ആക്ഷനും വേണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ ഒഗീമ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ഏറ്റവും കൂടുതൽ ദീർഘായുസ്സോടെ ജീവിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ദേ ഹാവ് എ പർപ്പസ് ടു വേക്ക് അപ്പ് എവറി മോർണിംഗ്. അപ്പോൾ വാക്കിൽ തന്നെ ഇക്കിഗായ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാപ്പാനീസ് കോൺസെപ്റ്റാണ്. വൈ വി ആർ വേക്ക് അപ്പ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ, ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്ന ആളാണ്, വൈകിട്ട് ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോകുന്ന ആളാണ്. ഇപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ജിമ്മിൽ പോകാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കൊരു വിഷനുണ്ട്, എൻ്റെ ബോഡി ഫിറ്റായിരിക്കണം, രോഗം ഉണ്ടാകാതെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകണം, ഹെൽത്തിൽ കോൺഷ്യസ്നാണ്. പക്ഷേ എനിക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് ഇല്ല. ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് അല്പം രാവിലെയാണ്, ബുദ്ധിമുട്ടുണ്ട്. വൈകിട്ട് ഞാൻ പോകുന്നത്, എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, കുറേയധികം ആളുകൾ സംസാരിക്കാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, ഒപ്പം തന്നെ എൻ്റെ ഹെൽത്ത് കൂടി അവിടെ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു വിഷനും ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ തന്നെ ആലോചിക്കുന്നത് എനിക്ക് കളിക്കാനായിട്ട് വൈകിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ആശയം കൂടി, ഞാൻ ആദ്യം പറഞ്ഞ ഒഗീം എന്ന സ്ഥലത്തെ ആളുകൾ ഏറ്റവും അധികം സന്തോഷത്തോടെയും ഒപ്പം തന്നെ ആരോഗ്യത്തോടെയും ലോകത്തിൽ ഏറ്റവും ദീർഘായുസ്സോടെ ജീവിക്കുന്ന ആളുകളാണ് അവർ.
അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ പർപ്പസ് ടു വേക്ക് അപ്പ് എവറി മോർണിംഗ്. ഒരു സംരംഭം തുടങ്ങുന്നത് എന്തിനാണ് സംരംഭം തുടങ്ങുന്നത്? സമ്പത്തുണ്ടാക്കാനാണോ? അതെയോ ഫേമസ് ആകാൻ വേണ്ടിയാണോ? അതെയോ പണം ഉണ്ടാക്കാനാണോ? പ്രശസ്തി ഉണ്ടാക്കാനാണോ? അതെയോ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനാണോ? ഏത് കാര്യം ചെയ്യുമ്പോഴും ആഗ്രഹിക്കുകയാണ്, ചിന്തിക്കേണ്ടതും അതാണ്. ഒരു പരീക്ഷ പാസ്സാണ് എന്തിനു വേണ്ടിയാണ്? ഔട്ട് ഓഫ് കമ്പൽഷനാണോ? മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണോ? അല്ലെങ്കിൽ അവരുടെ സക്സസ്സിനെ നിർവചിക്കണം. സക്സസ് എന്ന് പറയുമ്പോൾ എന്തിന്? വൈ യു ആർ ഡൂയിങ് ദിസ്? ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ്? ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നോളജ് പറഞ്ഞു കൊടുക്കാനാണോ? നമ്മുടെ ഫെയിം വർദ്ധിപ്പിക്കാനാണോ? നമുക്ക് വരുമാനം ഉണ്ടാക്കാനാണോ? അത് ഇതെൻ്റെ പാഷനാണോ? എന്നെ സംബന്ധിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് പാഷനാണ്. ഇതാരും കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. അതെൻ്റെ ഒരു പാഷനാണ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റും അതിനകത്തുണ്ട്. എനിക്ക് വലിയ വിഷനുമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പൊതുവായിട്ടുള്ള സംസാരങ്ങൾ പറയാറുള്ളതാണ്, 1000 പുസ്തകങ്ങൾ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും. ഈ വർഷം ഞാൻ 100 പുസ്തകങ്ങൾ എൻ്റെ ഓഡിയൻസിന് വേണ്ടി വായിച്ച് മനസ്സിലാക്കാനായി അതിന് സമ്മറി പറഞ്ഞു നൽകാൻ ഞാൻ ഈ വർഷം എൻ്റെ വിഷനുണ്ട്. ആ വിഷൻ തന്നെ ഏറ്റവും പുതിയ പുസ്തകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ എന്നോട് ചില ആൾ പറയാറുണ്ട് പല പുസ്തകങ്ങളും, അറ്റോമിക് ഹാബിറ്റ്സ് അല്ലെങ്കിൽ റിച്ച് ഡാഡ് പൂർ ഡാഡ്, ഇങ്ങനത്തെ എല്ലാവരും വായിക്കുന്ന പുസ്തകങ്ങൾ ധാരാളം റിവ്യൂ കാണാറുണ്ട്. പക്ഷെ ഞാൻ നൽകുന്ന പുസ്തകങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ഓതേഴ്സ് ആയിട്ടുള്ള 2020-25 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും അപ്പോൾ തന്നെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഏറ്റവും പുതിയതായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ നോളജ്, ഏറ്റവും പുതിയ നോളജ് ഏറ്റവും അധികം ആളുകൾ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിഷനാണ്. മാത്രമല്ല വായിക്കുക എന്ന് പറയുന്നത്, എഴുതുക എന്ന് പറയുന്നത്, സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് വിച്ച് ഐ ആം എൻജോയിങ് ആൻഡ് ചെറിഷിങ് ഇൻ മൈ ലൈഫ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഏത് ലക്ഷ്യം നാം ഉണ്ടാക്കുമ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ ലക്ഷ്യം ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും ലക്ഷ്യം വയ്ക്കും. ഇപ്പോൾ പല പുസ്തകങ്ങളും കാണാൻ സാധിക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പുതിയ വർഷമാകുമ്പോൾ നമ്മൾ പല കാര്യം തീരുമാനിക്കും. ഇന്ന് എൻ്റെ ആരോഗ്യം ബന്ധപ്പെട്ട, റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട, സമ്പത്ത് ബന്ധപ്പെട്ട, ജോലി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ ചില ആളുകൾക്ക് ബർത്ത്ഡേ വേണം, സ്വന്തം ജന്മദിനത്തിലായിരിക്കും പല തീരുമാനം എടുക്കുന്നത്. ചിലർ പറയും തിങ്കളാഴ്ചയാകട്ടെ, ഈ മാസം 1-ാം തീയതി ആകട്ടെ എന്നെല്ലാം പറയും. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിൽ 96% ആളുകളും 16 ദിവസത്തിനകം തങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് വരെ ഓർക്കാത്ത രീതിയിൽ മറന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ലോകത്തിൽ ഏറ്റവും അധികം സമ്പന്നത പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്. നമ്മുടെ പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും പല തീരുമാനങ്ങളും നാം പലപ്പോഴും മറന്നുപോയി ജീവിക്കുന്ന ആളുകളാണ്. അവിടെയാണ് ആരംഭിക്കുക എന്നുള്ള ഒരു വാക്ക് വരുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ട്രെമൻഡസ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഞാൻ പൊതുവേ ആളോട് പറയാറുള്ളതാണ്, മേക്ക് ഇറ്റ് എ സ്റ്റുപ്പിഡ്. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പ്രോട്ടീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു സ്റ്റുപ്പിഡെന്ന് തോന്നുന്ന ആക്ടിവിറ്റി എന്തായിരിക്കും? ഇപ്പോൾ ഹെൽത്ത് ഫിറ്റ്നസ് വേണ്ട ഒരാൾക്ക് ജിമ്മിൽ പോയി വെയിറ്റ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യാം, അത് ശരിയാണ്. പക്ഷേ ഏറ്റവും സ്റ്റുപ്പിഡാണെന്ന് തോന്നുന്ന, ഞാൻ പൊതുവെ ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് തൊട്ടടുത്ത് താഴെയുള്ള നിലയിലേക്ക് ഒന്ന് നടക്കുക എല്ലാ ദിവസവും. ദാറ്റ് മേ ടേക്ക് നോട്ട് ലെസ് ദാൻ 1 minute അല്ലേ? അത് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു സ്റ്റെപ്പ് അല്ല, ഒരു സ്റ്റെപ്പിൻ്റെ ഒരു കോണിപ്പടി താഴേക്ക് ഇറങ്ങി ഒരു ആക്ഷൻ എടുത്തു. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പുഷപ്പ് എടുക്കുക. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കൽ, ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്റ് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ, ശരിയാണ്. പക്ഷെ അത് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണത് അല്ലേ? അത് രാവിലെ എഴുന്നേൽക്കണം, അവിടെ പോകണം. പക്ഷെ നിങ്ങൾ വിചാരിക്കുക, ഒരു ചെറുതായി തുടങ്ങി നോക്കി, ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് നോക്കി. ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഐ ക്യാൻ ആക്ച്വലി ഡു സംതിങ് ബെറ്റർ ദാൻ ദിസ്. ഒരു കോൺഫിഡൻസ് കിട്ടും അതിൽ നിന്ന്. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി അല്ല പ്രധാനപ്പെട്ടത്, കൺസിസ്റ്റൻസിയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യമുള്ളത്. പലപ്പോഴും വിചാരിക്കും, ഇപ്പോൾ നമ്മൾ ജിമ്മിലോ അതല്ലെങ്കിൽ പൊതുവെ പോകുമ്പോൾ കാണാറുണ്ട്, ഏറ്റവും കടുത്ത വെയിറ്റ് എടുത്ത് ഏറ്റവും ഇൻറ്റൻസിറ്റിയോടുകൂടി വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അത് ചിലപ്പോൾ നമ്മെ വളരെയധികം മടുപ്പുളവാക്കുന്ന ആളായി, അല്ലെങ്കിൽ പെട്ടെന്ന് മടുപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻസിറ്റിയേക്കാൾ കൂടുതൽ കൺസിസ്റ്റൻസി അങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണമെന്നാണ്, ഞാൻ പറഞ്ഞ 100 പുസ്തകം ഈ വർഷം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. ഇനി എല്ലാ ദിവസവും ഒരു പുസ്തകം വായിക്കണമെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ
ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാ ദിവസവും ഐ ആം സ്പെൻഡിങ് 1 hour എവറി മോർണിംഗ് 4:30 to 5:30 ഐ റീഡ്. ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ്. മൈ ടൈം ഈസ് ബ്ലോക്ക് ഫോർ ദാറ്റ്. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യത്തില്ല. ചില സമയം ഒരാഴ്ച കൊണ്ട് എനിക്ക് പുസ്തകങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. ചില ബുക്കുകൾ കട്ടിയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമോഷൻ ഇൻ്റലിജൻസ് പുസ്തകം വായിക്കുന്നുണ്ട്, തിങ്ക് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന പുസ്തകം വായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് വെരി ടീഡിയസ് റീഡിങ്. അത് ചിലപ്പോൾ എനിക്ക് 1 മാസം 2 മാസം വേണ്ടി വരുമായിരിക്കും വായിക്കുന്നത്. പക്ഷേ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ റീഡ് അറ്റ്ലീസ്റ്റ് 1 hour എ ഡേ. ഒരു സ്മോൾ ആക്ഷനാണ്. ഇതിന് ടൈനി ആക്ഷൻ അല്ലെങ്കിൽ മിനി ആക്ഷൻ, ആറ്റോമിക് ആക്ഷൻസ് എന്നെല്ലാമാണ് പൊതുവെ ചിന്തകർ പറയുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ സ്റ്റെപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ എങ്ങനെ നമുക്ക് മറികടക്കാം. ഇപ്പോൾ നമുക്കൊരു വിചാരിക്കാം, സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പണ്ട് രാശിക്ക് കളിക്കാറുണ്ടല്ലേ, രാശിക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു ബോൾ. ഈ ബോൾ ഇവിടെ കിടക്കുമ്പോൾ ഒന്ന് പതിയെ മുട്ടിക്കഴിഞ്ഞാൽ അത് കുറേ ദൂരം അങ്ങ് പോകും. അതെ. പക്ഷെ ഫസ്റ്റ് മുട്ട് ഇനി ഫസ്റ്റ് തട്ട് ആരെങ്കിലും കൊടുക്കണം. അതെ. ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കാര്യങ്ങളും നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഈ 2025 വിചാരിക്കുക. ഈ വർഷം എനിക്ക് എൻ്റെ വെയിറ്റ് സംബന്ധമായോ ഹെൽത്ത് സംബന്ധമായോ ഫിനാൻസ് സംബന്ധമായോ നോളജ് സംബന്ധമായോ പ്രൊഫഷൻ സംബന്ധമായോ എന്ത് ഗോളാണ് ഈ വർഷം എനിക്കുള്ളത്? ഇനി നിങ്ങൾ ആ വലിയ ഗോളിനെ നേടാൻ നിങ്ങൾ ഒരു ദിവസം എന്താണ് ചെയ്യേണ്ടത്? അത് മാത്രം ചിന്തിക്കുക. ഒരു ദിവസം, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് 100 പുസ്തകം വായിക്കേണ്ടത്. ഞാൻ 100 പുസ്തകം വാങ്ങി എൻ്റെ ഷെൽഫിൽ വെച്ചിട്ട് അത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡീമോട്ടിവേറ്റ് മീ, അല്ലേ? അത്രയും പുസ്തകം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വരെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വായിക്കുന്നുള്ളൂ. ദാറ്റ് ഐ വിൽ ഡു ഫോർ വാട്ട് എവർ റീസൺസ്. അപ്പോൾ ഞാൻ പിന്നെ 100 പുസ്തകത്തെക്കുറിച്ച് മറന്നിരിക്കുകയാണ്. ഐ മേക്ക് ഷുവർ ദാറ്റ് 100 പുസ്തകം ഒരു വർഷം വായിക്കണമെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം ഞാൻ വായിച്ചാൽ മതി. അതാണ് ലക്ഷ്യം. അപ്പോൾ വലിയ ഗോളുകൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൂവ്മെൻറ്റിനെ തടയാൻ സാധ്യതയുണ്ട്. അതിന് പകരം ഒരു സ്റ്റെപ്പ്. അപ്പോൾ ചില ദിവസങ്ങൾ എനിക്ക് സമയം കിട്ടാറില്ലെങ്കിൽ ഞാൻ പുസ്തകം ഇവിടെ നോക്കിയിട്ടെങ്കിലും പോയി. കാരണം എൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. ചിലപ്പോൾ സമയം ഉണ്ടാകില്ല. ഞാൻ മേക്ക് ഷുവർ ദാറ്റ് ഐ ആം കൺസിസ്റ്റൻറ്റ് ഓൺ ദാറ്റ് ആക്ടിവിറ്റി, വെദർ ഇറ്റ് ഈസ് 1 hour or 2 hours. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ആക്ഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പല ആളുകളും ലക്ഷ്യം വയ്ക്കും, പക്ഷേ തുടങ്ങാൻ പോലും ശ്രമിക്കാറില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്ട്രെയിനിയസ് എഫേർട്ട്. അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ശരിക്കും മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ബ്രെയിൻ ആൻഡ് മൈൻഡ്, ഇത് വേറെ ഏത് ജീവികൾക്കും അല്ലെങ്കിൽ ഏത് മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഏത് ജീവികൾക്കോ ഇല്ലാത്ത ഒരു പവറാണ് മനുഷ്യൻ്റെ ബ്രെയിനും മൈൻഡും എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ അതിനെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. വലിയൊരു ഇമ്മൻസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രഷറാണ് ഓരോ മനുഷ്യനും ചുവന്നുകൊണ്ട് നടക്കുന്നത്. പലപ്പോഴും വിചാരിക്കും, ആളുകൾ എപ്പോഴും പറയുന്നത് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുകയാണ്. ഇതിനൊരു പ്രിൻസിപ്പിൾ പറയാറുണ്ട്, 1% ബെറ്റർ എന്നാണ് പ്രിൻസിപ്പിളിൻ്റെ പേര്. എല്ലാ ആൾക്കാരും കമ്പയർ ചെയ്യുന്നത്, അവൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു, അവനെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, അവനിഷ്ടം പോലെ പൈസയുണ്ട്, ഇല്ലേ? അതെ. പക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, 1% ബെറ്റർ. ഞാൻ ഇന്നലെയേക്കാൾ ഇന്ന് എനിക്ക് എത്രമാത്രം നന്നാവാൻ സാധിച്ചു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. നോക്കുമ്പോൾ എല്ലാവരും സന്തോഷമുള്ള വാർത്തകൾ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ സ്വന്തമായി പ്രദർശിപ്പിക്കുന്നത്. അതെ. എൻ്റെ ഏറ്റവും ദുഃഖമായ നിമിഷങ്ങൾ ഏതെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റയിലോ അതല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ ഫേസ്ബുക്കിലോ പ്രദർശിപ്പിക്കുകയില്ല. ഞാൻ വിദേശത്ത് യാത്ര ചെയ്തത്, ഞാൻ നേടിയ അവാർഡുകൾ, ഞാൻ വായിച്ച നല്ല കാര്യങ്ങൾ, ഇതെല്ലാം പോസിറ്റീവ് കാര്യം മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാറുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ 1% മാത്രമേ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പറയുന്നുള്ളൂ. ബാക്കി 99% നിങ്ങളോട് പറയാൻ കഴിയാത്ത വിഷമങ്ങളുടെയും നിങ്ങളറിയാത്ത പരാജയങ്ങളുടെയും ഒക്കെ കഥയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറയാൻ ഫോമോ എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരെല്ലാം വിജയിക്കുന്നു, ഞാൻ മാത്രം പരാജയപ്പെടുന്നു. ഇന്ന് ഒത്തിരി ആൾ വിദേശത്തേക്ക് പോകുന്നില്ലേ? കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒത്തിരി വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എല്ലാവരും ഐസിൻ്റെ പുറത്തേക്കുന്ന ഫോട്ടോ, കാറ് മേടിക്കുന്ന ഫോട്ടോ, ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഐ ഫിയർ ഓഫ് മിസ്സിങ്. ഞാൻ ഇവിടെ നിന്നെല്ലാം വ്യത്യസ്തനായി അല്ലെങ്കിൽ പരാജയപ്പെട്ടവരായി പോയിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ കമ്പയറിങ് വിത്ത് അതേഴ്സ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് യു ആർ മേക്കിംഗ് എവറി ഡേ? ഐ ആം എ ബെറ്റർ പേഴ്സൺ ദാൻ യെസ്റ്റർഡേ. ഇന്നലെയേക്കാൾ ഞാൻ ഇന്നൊരു പടി എങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് 1% ഒരു ദിവസം എനിക്ക് 1%, ഒരു മാസം എനിക്ക് 1% ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്.